നേപ്പാളിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ യുവജനങ്ങൾ തെരുവിലിറങ്ങി. പക്ഷേ ഇത് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതല്ല. വർഷങ്ങളായുള്ള രാഷ്ട്രീയ അസ്ഥിരതയായിരുന്നു യഥാർത്ഥ കാരണം. 17 വർഷത്തിനിടെ 14 പ്രധാനമന്ത്രിമാർ മാറി. രാജ്യത്ത് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും കുതിച്ചുയർന്നു. ഇതിനിടയിൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ആഡംബര ജീവിതം നയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. ഇത് ജനങ്ങളുടെ രോഷം ആളിക്കത്തിച്ചു. സോഷ്യൽ മീഡിയ പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ അത് ഒരു വിപ്ലവത്തിന് തിരികൊളുത്തി. പ്രതിഷേധം അക്രമാസക്തമായി. റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർവാതകവും ഉപയോഗിച്ചു. 20ഓളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമായി. ഒടുവിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെ മുഴുവൻ മന്ത്രിസഭയും രാജിവെച്ച് സർക്കാർ താഴെ വീണു. ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ കൈകളുണ്ടോ? ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേപ്പാൾ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിച്ചതാണോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. എങ്കിലും ഒരു കാര്യം വ്യക്തം: സോഷ്യൽ മീഡിയ നിരോധനം ഒരു രാജ്യത്തിന്റെ ഭരണത്തെ തന്നെ മാറ്റിമറിച്ചു.